തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകൾ വോട്ട് രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ ഇടുക്കി, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതാത് ജില്ലകളിലെ ശതമാനവും പുറത്തുവരുന്നു. ഇനി 1 മണിക്കൂറാണ് വോട്ടിംഗ് അവസാനിക്കുന്നത്. കൊല്ലത്ത് നിന്നും രാജ്കുമാർ, കൊല്ലത്തെ വിശേഷങ്ങളുമായി. രാജ്കുമാർ, ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് കൊല്ലം കോർപ്പറേഷൻ അടക്കം സാക്ഷിയാകുമ്പോൾ ഇപ്പോൾ ഉയരുന്ന പരാതികൾ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങുമായി ബന്ധപ്പെടുമ്പോൾ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും വീഴ്ചയുണ്ടോ? ഏതു തരത്തിലാണ് പരാതികൾ ഉയരുന്നത്? പ്രദീപ്, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ക്യൂ തന്നെയാണ് ഈ പരാതിയുടെ ഏറ്റവും വലിയ തെളിവ്. രാവിലെ 11 മണിക്ക് വന്നവർക്ക് ഉച്ചയ്ക്ക് 2 മണിയായിട്ടും വോട്ട് ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് 100-ലധികം വോട്ടർമാർ മടങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ആക്കോലിൽ ഡിവിഷനിലെ 1-ാം ബൂത്തിൽ കാണുന്നത്. ഏകദേശം 1500 വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. ഇതിൽ ഇപ്പോൾ തന്നെ 40% മാത്രമേ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇനിയും പകുതിയിലേറെ വോട്ടുകൾ പോൾ ചെയ്യാനുണ്ട്. എന്നാൽ ഇവിടുത്തെ സജ്ജീകരണങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പിഴവ്, ഒപ്പം തന്നെ പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചത് മൂലമുണ്ടായ ഒരു പിഴവുമാണ് ഈ ഒരു നിലയിലേക്ക് നമുക്ക് കാണാം. ഇവിടെ ഈ പടിയിലേക്ക് കയറുന്നത് പോലും കാണാവുന്നതാണ്. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല. ഇത് കാണാവുന്നതാണ്. ഈ ഒരു ക്യൂ നിർത്തിയിരിക്കുന്ന ഒരു രീതി, ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പ്രായമായവർ, വൃദ്ധർ എല്ലാവരും ഉണ്ട്. എങ്ങനെ ഇതിനുള്ളിൽ കയറിപ്പോയി വോട്ട് ചെയ്യുമെന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഓരോരുത്തർക്കും. ഇതൊക്കെ ഈ സാധാരണഗതിയിൽ ജനാധിപത്യ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ ഈ അടുത്ത കാലത്താണ് എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായത് തന്നെ. എന്നാൽ അവരെയൊക്കെ പിന്തിരിപ്പിക്കുകയും അവരെയൊക്കെ മടുപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കാണുന്നത്. പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചത് മൂലം ഇവിടെ മന്ദമാണ് ഇവിടെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 100-ലധികം വോട്ടർമാർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയ ഒരു സംഭവം. നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെയുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ പരാതിയാണ്. അവരാണ് നമ്മളെ ഈ പരാതി അറിയിച്ചതും. വോട്ടർമാർക്കും അതുപോലെ പരാതിയുണ്ട്. രാജ്കുമാർ, ഈ പരാതി ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം? മഴയുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൽ പ്രത്യേകിച്ച് മറ്റൊരു പരാതി ഉയർന്നിരിക്കുന്നത്, റിസർവായി നിർത്തിയിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരുന്ന റിസർവ് ഇനത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് 5 പൈസ പോലും കൊടുക്കാതെ അവരെ കരുനാഗപ്പള്ളി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. അവരെയൊക്കെ ഇതിന് ഉപയോഗിക്കാതെ പരിചയക്കുറവില്ലാത്ത ഉദ്യോഗസ്ഥരെ നിയമിച്ചത് മൂലമുണ്ടായ പ്രശ്നമാണ് നമ്മൾ ഈ കാണുന്ന ഈ വലിയ ക്യൂവിൻ്റെ അടിസ്ഥാനം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായും ഇത്രയേറെ പ്രചരണ കോലാഹലങ്ങൾ, ദിവസങ്ങളോളം നടന്ന പ്രചരണങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് രാജ്കുമാർ, കൊല്ലം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാലും അത്യന്തം വാശിയേറിയ പ്രചരണമായിരുന്നു. അത് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസവും നാം 2 മണിക്ക്. യെസ്, 2 മണിക്ക് വന്നു. പ്രദീപ് യെസ്, പറയൂ. പ്രദീപ്, ഇപ്പൊ നമ്മളോടൊപ്പം പരാതി എന്താ? പരാതി എല്ലാ ഒരുപാട് ജനങ്ങളെ 1-ാം വാർഡിലാക്കിയിട്ടേക്കുന്നു. ബാക്കിയുള്ള ബൂത്തിലൊക്കെ ആൾ വളരെ കുറവാണ്. ഓരോരുത്തർ വന്ന് ഇട്ടിട്ട് പോകുക. ഇവിടെ കണ്ടമാനം ക്യൂ കിടക്കുക. അത് തന്നെ പരാതി. 1 മണിയായപ്പോൾ വന്ന് ആളിൻ്റെ തിരക്കം കണ്ട് നിൽക്കാൻ വയ്യ, കാലും വയ്യാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. കുറച്ച് പേരൊക്കെ അങ്ങനെ കൂടുതലായും പോകില്ല, ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. മറ്റുള്ള ബൂത്തിലൊക്കെ വളരെ ആൾ കുറവാണ്. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യാഞ്ഞ് ഇവിടെ വന്നിരിക്കുക. ഉദ്യോഗസ്ഥരോട് പരാതി അറിയിച്ചോ? ആരെടുത്ത് പറയാൻ? ഇവിടെ ആരും വന്ന് ചോദിച്ചില്ലല്ലോ. ഞാൻ വന്നിട്ട് 2 മണിക്കൂറായി. എനിക്ക് തളർന്നു കിടന്ന എന്നെ ലിപ്സ് കൊണ്ടുവരുന്ന പറഞ്ഞ എന്താണെന്നറിയാം, വന്ന ഉടനെ വോട്ട് ചെയ്യാൻ എൻ്റെ എല്ലിന് ദൈവമാണ്. ആട്ടോയിലാണ് ഇവിടെ കൊണ്ടിറക്കിയത്. മോള് ഐറ്റിയിലെ കൊച്ചു പെണ്ണാണ്, കല്യാണം കഴിച്ച് പോകാനുള്ളത്. 7 വോട്ടുണ്ട്, 5 പേര് ചെയ്തു. മോനും മരുമോളും ഭർത്താവും ചെയ്തു. ഇനിയിപ്പം ഞാൻ ഒരു മോളായിട്ട് ഇനി എപ്പോഴാണ് പോകുന്നത്? ഞങ്ങളെ 2 പേരും ഒന്ന് വിട്ടെങ്കിൽ മതിയായിരുന്നു. പ്രദീപ്, ഇത് ചിലരുടെ ഈ പരാതി നമ്മൾ പറയുന്നതല്ല. ഇതിൽ ഈ വോട്ടർമാരുടെ പരാതി പ്രേക്ഷകരിലെത്തിക്കുക എന്നുള്ളത് ഒരു ധർമ്മം കൂടി നമുക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ വോട്ടർമാരോട് പരാതി അന്വേഷിച്ചത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഈ അപാകതയ്ക്ക് കാരണം? അപാകത തെരഞ്ഞെടുപ്പ് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവർ പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ പല ആവർത്തി പുള്ളിയോട് എല്ലാ സ്ഥാനാർത്ഥികളും 3 സ്ഥാനാർത്ഥികളും കയറി അവരെ ധരിപ്പിച്ചു പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം എന്നുള്ളത്. എന്നിട്ടും തദൈവ തന്നെ പിന്നീട് ഒരു 2-2:30 മണിയോടുകൂടിയാണ് ഞാൻ ആരോഗ്യവുമായി ബന്ധപ്പെടുന്നതും
ഇന്ന് നിങ്ങളടക്കമുള്ളവർ ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം ആ തരത്തിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ എന്താണ് അവർ പറയുന്നത് പിന്നെ വോട്ടിംഗ് നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇതുവരെ പകുതി വോട്ട് പോലും പോൾ ചെയ്തിട്ടില്ല. പിന്നെ ഒരു 100-150 പേര് വോട്ട് ചെയ്യാതെ പോയി. പലർക്കും വോട്ടവകാശം തന്നെ ഇവരുടെ ഈ നടപടി മൂലം വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. ഈ വലിയ ക്യൂവിൽ വന്ന് കുട്ടികളുമായിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, രോഗികൾ, വൃദ്ധരടക്കമുള്ളവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നെ ചിലർ തിരിച്ചു പോയിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി. ഇനി വോട്ട് ചെയ്യാനേ വരുന്നില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ കുറേ അടിസ്ഥാന സൗകര്യമുള്ള ബിൽഡിംഗ് ഉണ്ടായിട്ട് വലിയൊരു ബിൽഡിംഗ് ഹയർ സെക്കൻഡറി ഉണ്ട്. അതുണ്ടായിട്ടാണ് ഈ ചോർന്നൊലിക്കുന്ന ഈ ബിൽഡിങ്ങിലേക്ക് അവർ ഉണ്ടാക്കിയത്. പിന്നെ 1200 വോട്ടുള്ളപ്പോൾ അതനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം നിയമിക്കണമായിരുന്നു. അല്ലെങ്കിൽ 2 വോട്ടിംഗ് യന്ത്രം, നമ്മളത് ഡിമാൻഡ് ചെയ്ത 2 വോട്ടിംഗ് യന്ത്രമാണ്. പക്ഷേ അവരൊരു കാരണവശാലും 2 വോട്ടിംഗ് യന്ത്രം എന്ന് വെച്ചെടുക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. പരാതി നമ്മൾ 6 അടക്കമുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകും. കാരണം 150 പേർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയില്ലല്ലോ. സ്ഥാനാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി വോട്ടർമാർ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് കൂടി ആ ഉത്തരവാദിത്വവും ബാധ്യതയുമില്ലേ? ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ശക്തമായ ഒരു ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെറ്റ് തിരുത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ വിടണമായിരുന്നു രാവിലെ. അദ്ദേഹം ഇവിടെ വന്ന് ചാർജ് എടുത്തപ്പോഴേ വളരെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ഷൻ ഏജൻറ്റിന് തന്നെ 1-2 കാർഡെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പുള്ളി ഓരോ വോട്ടർമാർക്ക് ഈ 2 മിനിറ്റ് വെച്ച് വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാല് വയ്യാത്ത ഇത്രയും കുടുംബിനികളും കുടുംബാംഗങ്ങളും മാതാക്കളും ഒക്കെ ഇവിടെ നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് 2 ആക്കണ്ടായിരുന്നു. കാര്യം ഇവിടെ തന്നെ വോട്ടർമാരുടെ എണ്ണം തന്നെ കൂടുതലായിരുന്നു. അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തെറ്റുകളാണത്. അത് 2 ആക്കി കൊടുക്കണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഈ പാളിച്ചകൾ വന്നത് തന്നെ ഇവിടെ തന്നെ. പ്രദീപ്, സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു, വോട്ടർമാർ പറയാനുള്ളത് അവരും നമ്മളോട് പരാതി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നമുക്ക് മറുപടി നൽകാൻ മാത്രം പ്രാപ്തമായ ഉദ്യോഗസ്ഥർ ഇതിനുള്ളിലില്ലാത്തതുകൊണ്ട് അവരുടെ വെർഷൻ നമുക്ക് തീർച്ചയായും പ്രേക്ഷകർക്ക് പങ്കുവെക്കാനായി നൽകാനാവില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ നേരത്തെ ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഈ പ്രായം കൊണ്ട് ബുദ്ധിമുട്ടായവരും ഒപ്പമുള്ളവർ വളരെ വളരെ പാടുപെട്ട് നമുക്കിതാ കാണാവുന്ന ഒരു കാഴ്ചയാണിത്. ഇത്രയേറെ വൈഷമ്യതകളുള്ളവരാണ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ബഹുഭൂരിപക്ഷം പേരും. ഇവരൊക്കെ മണിക്കൂറുകളോളം ഇവിടെ കാത്തു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം, വോട്ടർമാരോട് കാണിക്കുന്ന അനീതി. പല വോട്ടർമാരുടെയും ലിസ്റ്റുകളിൽ നിന്ന് 300-400 പേർ മറ്റ് ഡിവിഷനിലേക്ക് വോട്ടർ ലിസ്റ്റ് മാറിപ്പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്ര വലിയ സജ്ജീകരണങ്ങളോട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും വീണ്ടും ഇത്തരം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഈ ജനാധിപത്യത്തോട് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം വോട്ടർമാർക്ക് കുറഞ്ഞു പോകുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായും നമുക്ക് ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. പ്രദീപ്. രാജ്കുമാർ, ഒരു കാര്യം കൂടി, 4 നഗരസഭകളും ഒരു കോർപ്പറേഷനും അവിടുത്തെ മൊത്തം പെർസെൻറ്റേജ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 68% കാണിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 74.14% കൊല്ലത്ത് പൊതുവെ വാശിയേറിയ മത്സരം നടക്കുമ്പോൾ കോർപ്പറേഷൻ അടക്കം 4 നഗരസഭകളടക്കം പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇരു മുന്നണികൾക്കും ബി.ജെ.പിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പരാതികളുടെ ഗൗരവം ഇതുതന്നെയാണോ മറ്റു സ്ഥലങ്ങളിലും കാണുന്നത്? പരാതി ഇവിടെ ഉയരുമ്പോൾ തന്നെ 74.14% നിന്ന് 68 എന്നുള്ള ശതമാനത്തിലേക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ചുരുങ്ങുന്നു. ഈ പരാതിയെ ഗൗരവത്തോടെ എത്രമാത്രമാണ് ഈ പെർസെൻറ്റേജ് കണക്കിൽ കാണേണ്ടത്? ഇതിൽ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നതിന് ഇത് മാത്രമായി കാരണമെന്ന് നമുക്കൊരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്താനാവില്ല. അതേസമയം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ നല്ല മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്ക് മനസ്സിലാവുന്നത് വീട്ടമ്മമാർ അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് തീർച്ചയായും അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്. എന്നാൽ ആ സാഹചര്യത്തിലാണ് അത്രയും ഇതിൽ അവർ സഹകരിച്ചുകൊണ്ട് വോട്ടിംഗ് ചെയ്യണമെന്ന തങ്ങളുടെ അവകാശമാണെന്നുള്ള ബോധത്തോട് വരുന്നവർക്കാണ് ഈ ഗതികേടുണ്ടായത്. അതേസമയം കാലാവസ്ഥ പ്രശ്നവും ഇതിൽ ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമൊക്കെ തന്നെ ഈ കാലാവസ്ഥ ഇതേ നിലയിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്ക് അല്പമെങ്കിലും ഒരു ശാന്തത അനുഭവപ്പെടുന്നത്. എന്നാൽ ഏത് സമയത്തും മഴ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് രാജ്കുമാർ, ഇത്തരം പരാതി വരുമ്പോൾ വലിയൊരു നീണ്ട നിര ഈ ബൂത്തിൽ കാണുമ്പോൾ തന്നെ ഇനിയുള്ള 3/4 മണിക്കൂർ 5 മണി വരെ ക്യൂവിൽ നിൽക്കുന്നവർ വോട്ട് ചെയ്യാം. കൊല്ലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് മറ്റു ബൂത്തുകളുടെ സ്ഥിതിയും നോക്കുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്ര വരെ ഉയരാൻ സാധ്യതയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തെ 74.14%, ഇപ്പോൾ 68. വലിയ തോതിലൊരു വോട്ടിംഗ് ബൂം ഇനിയുള്ള 3/4 മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ?
തീർച്ചയായിട്ടും ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഡിവിഷനിലെ സംഭവമായിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താനാകൂ. എന്തായാലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമം ഇരു മുന്നണികളും BJPയും ഒക്കെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ നടത്തി വരികയാണ്. അതുകൊണ്ട് വോട്ടർമാർ ഒരിക്കലും നിരാശരാകില്ല എന്ന് വേണം നമുക്കും അനുമാനിക്കാൻ. തീർച്ചയായും ഇവരുടെ പരാതി പരിഹരിക്കപ്പെടേണ്ടതാണ്. ഒപ്പം തന്നെ മറ്റു വോട്ടർമാരും പരമാവധി ബൂത്തിലെത്തണമെന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് അവരെത്തും. ഒപ്പം തന്നെ ഈ പുനലൂർ, പുനലൂർ, അതുപോലെ കരുനാഗപ്പള്ളി, പരവൂർ ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ പക്ഷേ ഈ നിലയല്ല. അവിടെ പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത. ജില്ലയിൽ ആകെയുള്ള കണക്ക് പരിശോധിച്ചാൽ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 68% ആകെ ശരാശരി പോളിംഗ് നടന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ ഇപ്പോൾ 68% പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജ്കുമാർ, കൊല്ലത്ത് നിന്നും.